ലെറ്റ്സ് സ്റ്റാരോ 1111ലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് ഫീലിംഗ് എന്താണ്, അതുപോലെ തന്നെ അതിലെന്ത് ആക്ഷനൊക്കെയാണ് വരുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് റീഡിംഗ് ആണ്. മെയിൽ ഓർ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും കാണാവുന്നതാണ്. അതുപോലെ ഇതൊരു ടൈംലെസ് റീഡിംഗ് കൂടിയാണ്. നിങ്ങളിലേക്ക് ഇത് എപ്പോഴാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആവും. ഇതിലുള്ള പോസിറ്റീവ് ആയിട്ടുള്ള എനർജി നിങ്ങൾ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുക. നെഗറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയും ഫോഴ്സ്ഫുള്ളി അട്രാക്ട് ചെയ്യാതിരിക്കുക. പിന്നെ ഇതില് ചിലരൊക്കെ എങ്ങനെയാണ് എന്നെ കോണ്ടാക്ട് ചെയ്യുക എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പേഴ്സണൽ റീഡിംഗ് ഇപ്പോൾ ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഒന്നും അല്ലെങ്കിൽ നമ്പർ ഒന്നും തരാതിരുന്നത്. ഓക്കെ, അപ്പോൾ അല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പേഴ്സണലി പറയാനുണ്ടെങ്കിൽ, അതുപോലെ തന്നെ എന്തെങ്കിലും റീഡിങ് എന്താണ്, ഏത് ടൈപ്പ് റീഡിങ് വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ കോണ്ടാക്ട് ചെയ്യാം. ലെറ്റ്സ് സ്റ്റാരോ 1111 എന്ന് പറഞ്ഞ് ഇതേ പ്രൊഫൈൽ പിക്കോട് കൂടിയിട്ടുള്ള ഒരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്, നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. നമ്മുടെ പേഴ്സന്റെ കറണ്ട് ഫീലിംഗ് തന്നെയാണ് നമ്മൾ നോക്കുന്നത്. കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ നമുക്ക് ആദ്യം തന്നെ കിട്ടിയിരിക്കുന്നത് 8 ഓഫ് വാൻഡ്സ് ആണ്. വളരെ നല്ല ഒരു കാർഡ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. പൊതുവെ ഒരു നല്ല കാർഡുകൾ തന്നെയാണ് വന്നിട്ടുള്ളത്. അതായത് നിങ്ങളിലേക്ക് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വരാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ അവര് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ പറയാനുള്ളത്. അപ്പോൾ അത് അധികം കാലതാമസം എടുക്കില്ല, വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെയാണ്. ദിവസങ്ങൾക്കോ ആഴ്ചകൾക്കോ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. അതായത് അധികവും വരുന്ന 8-ാം തീയതിക്കുള്ളിലായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് നിലവിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ നിൽക്കുന്നവരാണെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഒരു മെസ്സേജോ കോളോ ഒക്കെ ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ വരാൻ സാധ്യതയുണ്ട്. ഇനി അതെന്ന് പറയുന്നത് അവർ അത്രയധികം പാഷനേറ്റ് ആയിട്ടാണ് നിങ്ങളെ കാണുന്നത്. അപ്പോൾ അത്രയധികം നിങ്ങളോട് അവർക്ക് ഒരു സ്നേഹമുണ്ട്. അതുപോലെ തന്നെ അതുപോലെ ആഗ്രഹം, വളരെയധികം ആഗ്രഹമുണ്ട്. അതായത് ഒരു ഫിസിക്കൽ അട്രാക്ഷൻ ഒക്കെ വളരെ നല്ല രീതിയിൽ അവർക്ക് നിങ്ങളോട് തോന്നുന്നുണ്ട്. നിങ്ങളിലേക്ക് എത്രയും വേഗം ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. അതേപോലെ നിങ്ങളുടെ വ്യക്തി വിദേശത്തൊക്കെ ആണെങ്കിൽ അവര് നാട്ടിലേക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ട്. അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നാട്ടിലേക്ക് എത്തുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് പോകാനായിരിക്കാം. എന്തു തന്നെ ആയാലും ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലുള്ള ആളുകൾക്കെല്ലാം തമ്മിൽ കാണാനുള്ള ഒരു അവസരം വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഏതായാലും നിങ്ങൾക്കൊരു യാത്ര, അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയിട്ടുള്ള ഒരു യാത്ര കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് നിങ്ങളുടെ പേഴ്സൺ എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കാണാനായിട്ട് വരുന്നു, അല്ലെങ്കിൽ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. അത് വളരെ പാഷനേറ്റ് ആയിട്ട് തന്നെയാണ് അവർ നിങ്ങളിലേക്ക് വരുന്നത്. ഇനി വരുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 9 ഓഫ് കപ്സും കൊണ്ട് തന്നെയാണ് അവർ വരുന്നത്. അതായത് അവർ അത്രയധികം നിങ്ങളോട് പാഷൻ മാത്രമല്ല, അത്രയധികം ഇമോഷണൽ ആയിട്ടുള്ള ഒരു കണക്ഷൻ കൂടെ അവർക്ക് നിങ്ങളോടുണ്ട്. അവരുടെ ഒരു വിഷ് കം ട്രൂ തന്നെയാണ് നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും ഇമോഷണൽ ആയിട്ട് ഒരു സ്റ്റേബിൾ ആവുന്ന രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി കിട്ടുന്ന രീതിയിൽ തന്നെയായിരിക്കും. അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ട് നിങ്ങൾ വിഷമിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഇമോഷണലി വളരെ സ്റ്റേബിൾ ആകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അപ്പോൾ അത്രയധികം പാഷനേറ്റ് ആയിട്ട്, അതുപോലെ തന്നെ അത്രയധികം ലവോട് കൂടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് എത്തുന്നു. അതൊരു മെസ്സേജ് ആയിട്ട് അല്ലെങ്കിൽ നേരിട്ട് നിങ്ങളെ കാണാനായിട്ടെല്ലാം വരുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ആണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പൊ നിലവിൽ ഈ റിലേഷൻഷിപ്പിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളോ കോൺഫ്ലിക്റ്റുകളോ നടക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം മാറി നിങ്ങളുടെ ലൈഫിന്റെ ഒരു നെക്സ്റ്റ് ഫേസിലേക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് പോകുന്നതായിട്ടാണ് കാണുന്നത്. ഒരു പുതിയ ഒരു തുടക്കം, അടുത്ത ഒരു ഫേസിന്റെ ഒരു തുടക്കം വരുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോ എങ്ങനെയാണെങ്കിലും നിങ്ങൾക്കൊരു ഒരു ചേഞ്ച് കാണുന്നുണ്ട്. അത് നിലവിൽ ഉള്ള രീതിയിൽ നിന്ന് അടുത്ത ഒരു ലെവലിലേക്ക്. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നതെല്ലാം പോസിറ്റീവ് ആയിട്ടുള്ള കാർഡുകളാണ്.
അപ്പൊ അങ്ങനെ വരുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസിൽ കൂടെ പോവുകയാണ്, അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ഫേസ്, ആ ലൈഫിന്റെ ആ ഒരു ഫേസ് തന്നെ മാറുന്നതായിട്ടാണ് പോകുന്നത്. അതായത് ഇപ്പോൾ ഉള്ള ആ ഒരു ഫേസ് കംപ്ലീറ്റ് ആയി ഒരു പുതിയ ഒരു ഫേസിലേക്ക് കടക്കുന്നതായിട്ട് കാണുന്നു. ലൈഫിലേക്ക് ഒരു സെലിബ്രേഷൻ വരുന്നതായിട്ട് കാണുന്നു. വീണ്ടും നമുക്കത് ഒരു യാത്ര കൺഫേം ആവുന്നുണ്ട്. അതായത് നിങ്ങൾ അങ്ങോട്ട് പോകുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇങ്ങോട്ട് വരുന്നു. എന്ത് തന്നെയായാലും ലോങ് ഡിസ്റ്റൻസിൽ ഉള്ള ആളുകൾക്ക്, പ്രത്യേകിച്ച് വിദേശത്ത് അല്ലെങ്കിൽ എന്ത് തന്നെ ആവട്ടെ, ഇപ്പൊ വേറെ ജില്ലകൾ ആയാലും മതി, അപ്പോൾ അത്രയും കാണാൻ പറ്റാത്ത പോലുള്ള ഒരു ഡിസ്റ്റൻസിൽ ആയിട്ടുള്ളവർക്ക്, അല്ലെങ്കിൽ കണ്ടിട്ട് ഒരുപാട് കാലങ്ങളായിട്ടുള്ള വ്യക്തികൾക്ക് അവരെ കാണാൻ സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ. അപ്പോൾ എന്ത് തന്നെ ആയാലും അത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ, അതായത് ഇപ്പൊ കുറെ കാലമായിട്ട് തീരെ കാണാൻ പറ്റാതെ സംസാരിക്കാൻ പറ്റാതെയൊക്കെ ഇരിക്കുന്നതാണെങ്കിൽ ആ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് അവസാനിച്ച് അടുത്ത ഒരു സെലിബ്രേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്. ഒരു പുതിയ തുടക്കം നിങ്ങളിലേക്ക്, നിങ്ങളുടെ ലൈഫിന്റെ ഒരു പുതിയ തുടക്കം നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ അവരിൽ ഒരു നിങ്ങളിലേക്ക് വരാൻ തടസ്സമുണ്ടെങ്കിൽ, അത് ഇമോഷണൽ ആയിട്ടാവാം അല്ലെങ്കിൽ ഫിസിക്കലി ഉള്ള തടസ്സമായിരിക്കാം. അതായത് ഒരുപക്ഷെ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് മാറി നിന്നിരുന്ന പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് താല്പര്യമുണ്ട്, വരാൻ പറ്റാതെ മറ്റു സ്ഥലങ്ങളിലായി പോയത് കൊണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വ്യക്തികൾക്ക് അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് വരാൻ സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. പിന്നെ പറയുന്നത്, ആ ഒരു വ്യക്തി, നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ഒരു ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ഒരു ടീച്ചർ ആയിരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു മോട്ടിവേഷണൽ സ്പീക്കർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഗൈഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു കൗൺസിലർ ആയിരിക്കാം. അങ്ങനെ ഒരു ടീച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ആളുകളെ ഗൈഡ് ചെയ്യുന്ന രീതിയിൽ ഉള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഒരു ലീഡറാണ്, അല്ലെങ്കിൽ ഒരു ലീഡ് ചെയ്യുന്ന, ആളുകളെ ലീഡ് ചെയ്യുന്ന ടൈപ്പ് ജോലി ചെയ്യുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒരു ടീച്ചിങ് ഏതെങ്കിലും തരത്തിൽ ഗൈഡ് ചെയ്യുന്ന, ടീച്ച് ചെയ്യുന്ന, അല്ലെങ്കിൽ മെന്റർ, അങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥാപനം, അത് അവര് ഏതു തരം ജോലി ആയിക്കോട്ടെ അവിടുത്തെ ഒരു ലീഡിങ് പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. ഓക്കെ. ഇനി അവര് ഈ ഒരു ആക്ഷൻ നിങ്ങളിലേക്ക് എടുക്കാൻ വേണ്ടി, കറക്റ്റ് അത് ഒരു ആക്ഷന്റെ കാർഡുകൾ തന്നെയാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. ആ ആക്ഷനാണ് നിങ്ങളിലേക്ക് വരുന്നത്. അതായത് അവർക്ക് നേരിട്ട് വരുന്നു, നേരിട്ട് അല്ലെങ്കിൽ എന്താ മാക്സിമം നിങ്ങൾക്കൊരു ഒരു കോൾ ആയിട്ടെങ്കിലും, പക്ഷെ അതിൽ കൃത്യമായിട്ട് നേരിട്ട് കാണാൻ കഴിയുന്നത് തന്നെയായിട്ടാണ് കാണുന്നത്. ഓക്കെ. അപ്പം ആ ഒരു വ്യക്തി അതിന് വേണ്ട ഒരു ഗൈഡൻസ് എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ നിലവിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് നിങ്ങളെ ബാധിക്കുന്നുണ്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ അതിന് ബന്ധപ്പെട്ട വ്യക്തികളിൽ നിന്ന്, അല്ലെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരാൻ പറ്റുന്ന ആളുകളിൽ നിന്ന് ഒരു ഗൈഡൻസ് അവർ സ്വീകരിക്കുന്നുണ്ട്, അഭിപ്രായം ചോദിക്കുന്നുണ്ട്. ആ ഒരു അഭിപ്രായം എല്ലാം ചോദിച്ച് മനസ്സിലാക്കി, അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അൺക്ലിയർ ആയിട്ടുള്ള, അതായത് മറഞ്ഞു വെച്ചിരുന്ന അല്ലെങ്കിൽ മറഞ്ഞിരുന്ന പല കാര്യങ്ങളും, ആ ഒരു കാര്യങ്ങളൊക്കെ ഒരു മെന്റൽ ക്ലാരിറ്റി വരുന്നതായിട്ട് കാണുന്നുണ്ട്, അല്ലെങ്കിൽ മെന്റൽ ക്ലാരിറ്റി നിങ്ങൾക്ക് തരുന്നതായിട്ട്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇതുവരെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്, അതിനെല്ലാം അവരൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് തരും. കൃത്യമായിട്ട് നിങ്ങൾക്ക് അത് ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ നിങ്ങളിലേക്ക് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പാണ് അവർ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പാണ് അവർ തരാൻ പോകുന്നത്. ഓക്കെ. അപ്പോ അവര് അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ നിങ്ങളായാലും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവാം, എല്ലാം ചെയ്ത് നിങ്ങളും അതിന്റെ എല്ലാം അവസാനിപ്പിച്ച് നിങ്ങൾ വളരെ ക്ഷമയോടുകൂടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതായിരിക്കാം. ആ ഒരു റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ ധാരാളം പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ധാരാളം മാനിഫെസ്റ്റ് ചെയ്തവരായിരിക്കാം. അപ്പൊ അതിന്റെ എല്ലാ റിസൾട്ട് കാത്തിരിക്കുന്നവരാണ്. അപ്പൊ ആ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ആണ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത്. അതില് നമുക്ക് പറയുകയാണെങ്കിൽ ഇവിടെ രണ്ട് തരത്തിലുള്ള വ്യക്തികളെ കാണാൻ കഴിയുന്നുണ്ട്. ഒരു കൂട്ടർക്ക്
അവര് ഇത്ര കാലം കാത്തിരുന്ന, ആഗ്രഹിച്ച, മാനിഫെസ്റ്റ് ചെയ്ത ആ ഒരു കാര്യം, ആ ഒരു മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് അവരുടെ ലൈഫിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പൊ അവരുടെ ആ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് കഴിഞ്ഞ് ആ ഒരു വ്യക്തിയുമായിട്ട് കൂടിച്ചേരാനുള്ള ഒരു ഒരു പീരീഡാണ് നിങ്ങൾക്ക് വരാനായിട്ട് പോകുന്നത് എന്നാണ് കാണുന്നത്. പിന്നെ ഇതിൽ വേറൊരു വിഭാഗം ആളുകൾക്ക് തികച്ചും ഒരു പുതിയ പേഴ്സൺ വരുന്നതായിട്ടാണ് കാണുന്നത്. അതായത് അവരുടെ ലൈഫില് ആ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് നിന്ന് അവര് ഓവർകം ചെയ്ത് അതിൽ നിന്ന് ഹീൽ ചെയ്ത് പുറത്തേക്ക് വന്ന് ഒരു പുതിയ റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് തികച്ചും ഒരു പുതിയ ഒരു പേഴ്സൺ വളരെയധികം പാഷനേറ്റ് ആയിട്ട്, വളരെയധികം സ്നേഹത്തോട് കൂടിയിട്ട്, വളരെയധികം അട്രാക്ഷൻ നിങ്ങളിലുള്ള ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. കാരണം ഇവിടെ ന്യൂ ബിഗിനിങ്ങിന്റെ കുറച്ച് അധികം കാർഡുകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിയെ കുറിച്ച് പറയുകയാണെങ്കിലും ഇവിടെ 2 തരത്തിലുള്ള ആളുകളെ കാണുന്നുണ്ട്. അതായത് വളരെ യങ് ആയിട്ടുള്ള എനർജിയും കാണുന്നുണ്ട്, വളരെ ബോൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ടൈപ്പ് വ്യക്തികൾ. അതായത് ഒരു 25 റേഞ്ചിൽ നിൽക്കുന്ന, അതിനോട് അടുത്ത റേഞ്ചിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ കാണുന്നുണ്ട്. അത് അധികവും ന്യൂ ബിഗിന്നിങ്, അതായത് ഒരു ഫേസ് അല്ലെങ്കിൽ അടുത്തൊരു ഫേസിലേക്ക് വരുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ സിംഗിൾസ് ആയിട്ടുള്ള ആളുകൾക്കായിരിക്കാം. അപ്പൊ ഒരു ന്യൂ ബിഗിന്നിങ് അങ്ങനെ ഒരു ടൈപ്പ് വ്യക്തികളെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള, ബോൾഡ് ആയിട്ടുള്ള, അതുപോലെ തന്നെ ഒരു ഫാമിലി മാൻ അല്ലെങ്കിൽ ഫാമിലി പേഴ്സൺ, ആ ഒരു ഇതിലുള്ള കുടുംബം നോക്കുന്ന, ഫാമിലിയൊക്കെ ഉത്തരവാദിത്തങ്ങളും എല്ലാം ഉള്ള ഒരു വ്യക്തി. അപ്പോൾ കുറച്ച് ഏജ്ഡ് ഒക്കെ ആയിട്ടുള്ള വ്യക്തിയാണ്. അങ്ങനെയുള്ള വ്യക്തിനെയും കാണുന്നുണ്ട്. അപ്പൊ 2 തരത്തിലുള്ള വ്യക്തികളെയും കാണുന്നുണ്ട്, 2 തരത്തിലുള്ള സിറ്റുവേഷനും കാണുന്നുണ്ട്. പക്ഷെ അത് എന്ത് തന്നെയാണെങ്കിലും വളരെ പോസിറ്റീവായിട്ടാണ് നിങ്ങളുടെ നിലവിലുള്ള ആ ഒരു പീരീഡ് മാറി ഒരു പുതിയ ഒരു പീരീഡാണ് നിങ്ങളുടെ, അല്ലെങ്കിൽ പുതിയൊരു ഫേസ്, വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ഫേസ് തന്നെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. ഇനി ഇത് ഉൾക്കൊള്ളാൻ നിങ്ങൾ തയ്യാറാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ പലരും വളരെയധികം കൺഫ്യൂഷൻ, അതുപോലെ തന്നെ വളരെയധികം വാദപ്രതിവാദങ്ങള്, തർക്കങ്ങള്, ഇങ്ങനെയെല്ലാം കഴിഞ്ഞ് നിൽക്കുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ എനിക്കൊരു ജസ്റ്റിസ് കിട്ടിയേ മതിയാവൂ, അല്ലെങ്കിൽ എനിക്കൊരു നീതി കിട്ടണം എന്ന് കരുതി നോക്കിയിരിക്കുന്ന വ്യക്തികളാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് മറഞ്ഞിരുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് പല കാര്യങ്ങളും മറച്ചു വെച്ചതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം. അവര് നിങ്ങളെ അതുപോലെ തന്നെ ചീറ്റ് ചെയ്തതുപോലെ തോന്നിയിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയോ നിങ്ങളുടെ മനസ്സിൽ വളരെയധികം വിഷമം ഉണ്ടായിട്ടുണ്ട്. അതായത് ആ ഒരു നിങ്ങളെ വിഷമിപ്പിച്ച കാര്യങ്ങൾക്കെല്ലാം ഒരു ക്ലാരിറ്റി വേണം എന്ന് പറഞ്ഞ് ഇവിടെ ആ ഒരു ജസ്റ്റിസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആളുകളെയാണ് കാണുന്നത്. അപ്പോ അതുപോലെ തന്നെ നിങ്ങളും നിങ്ങൾക്ക് വളരെയധികം ഉത്തരവാദിത്തങ്ങള് എല്ലാം ഉള്ള ഒരു വ്യക്തികളാണ്. ആ ഒരു നിങ്ങളുടെ, അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും കാലം ചുമന്ന നിങ്ങളുടെ ആ ഒരു വിഷമത്തിനും സങ്കടത്തിനും, അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും കാലം ഈ റിലേഷൻഷിപ്പില് ചെയ്തിട്ടുള്ള എഫേർട്ടിനും എല്ലാം നിങ്ങൾ ഒരുപാട് അവരെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടാവാം. ഒരുപാട് അവര് ഒരുപക്ഷെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി പോയവർ അല്ലെങ്കിൽ സെപ്പറേഷനിലായിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ശരിയാക്കി എടുക്കാൻ വേണ്ടി വളരെയധികം നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടുള്ളതായിട്ട്, വളരെയധികം എഫേർട്ടും ടൈം എല്ലാം ഈ റിലേഷൻഷിപ്പിൽ ഇട്ടിട്ടുള്ളതായിട്ടെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു എഫേർട്ടിനൊക്കെ ഉള്ള ഒരു ഫലം നിങ്ങൾക്ക് കിട്ടുന്നത് തന്നെയായിട്ടാണ് കാണുന്നത്. അപ്പൊ വളരെ ഹാപ്പി ആയിട്ട് തന്നെയാണ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി അതിലേക്ക് നിങ്ങൾക്ക് ചിലരുടെയൊക്കെ സഹായം ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾ തമ്മിൽ ഒരു വ്യക്തികളുടെ ഒരു ഇടപെടൽ മൂലം നിങ്ങളുടെ റിലേഷൻഷിപ്പില് നിങ്ങളുടെ ആ ഒരു വിഷമങ്ങളെല്ലാം മാറി ഹാപ്പി ആയിട്ടുള്ള ഒരു ഫേസ് മാറുന്നു നമ്മൾ പറഞ്ഞു. അത് തീർത്തും വളരെയധികം ഹാപ്പി ആയിട്ടുള്ള, എല്ലാ തരത്തിലും നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരു ഫേസ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്. ഇനി അത് ഹസ്ബൻഡ് വൈഫ് അങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ആ ഒരു നിങ്ങളുടെ റീയൂണിയനോട് കൂടെ നിങ്ങൾക്ക് ഉണ്ടാവുന്നതൊക്കെ ആയിട്ടാണ് അങ്ങനെ ഒരാൾ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നതായിട്ടൊക്കെയാണ് കാണുന്നത്. അപ്പൊ എന്തായാലും വളരെയധികം ഫാസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു സന്തോഷം, അബണ്ടൻസ് എല്ലാം വളരെ ഹാപ്പി ആയിട്ടുള്ള, വളരെ
പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ് ഇന്ന് നമുക്ക് ഈ കാർഡിൽ ലഭിച്ചിരിക്കുന്നത്. അതുപോലെ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അവരുടെ ഒരു ഫീലിങ്സ് നോക്കുകയാണെങ്കിൽ വളരെ ഹാപ്പി ആയിട്ട് തന്നെയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഒറാക്കിൾ കാർഡ് നമ്മൾ നോക്കിയിട്ടുണ്ട്. അതിൽ നമുക്ക് ഒന്ന് കിട്ടിയിരിക്കുന്നത് ലോസ്റ്റ് ആണ്. ഇതെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെയോ ഈ പറഞ്ഞ നഷ്ടങ്ങളും അപമാനങ്ങളും അല്ലെങ്കിൽ തർക്കങ്ങളും ആ ഒരു കാര്യങ്ങളെല്ലാം ആലോചിച്ച് വളരെയധികം നിങ്ങൾ വേദനിച്ചുകൊണ്ടിരുന്ന ഒരു ഫേസ് ആണ് നിലവിൽ നിങ്ങളുടെ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ ഓവർകം ചെയ്യുക, അതിൽ നിങ്ങൾ വിശ്വസിക്കുക. ഈ ഒരു ആദ്യം തന്നെ വേണ്ടത് നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്താണ് നടക്കുന്നത് ആ പ്രോസസ്സിനെ വിശ്വസിക്കുക. ആ പ്രോസസ്സിനെ വിശ്വസിക്കുക എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ നമുക്ക് അടുത്തൊരു ഒറാക്കിൾ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത് ടാലന്റ് ആണ്. അപ്പോൾ പറയുന്നത് ഇതാണ്, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങൾ തന്നെ ഉണ്ട്. നിങ്ങൾ അതിനു വേണ്ടി വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ നഷ്ടപ്പെട്ടത് അത് നഷ്ടപ്പെട്ടു എന്നുള്ള നമ്മുടെ ഒരു പക്ഷെ ഇലൂഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്കത് നഷ്ടപ്പെട്ടതാണെങ്കിലും അത് തിരിച്ചു കൊണ്ടുവരാനുള്ള ആ ഒരു കഴിവ്, അതിനിപ്പോ നിങ്ങൾ നേരിട്ട് പോയി വിളിക്കണം അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്യണം എന്നുള്ളതൊന്നും അല്ല പറയുന്നത്. നിങ്ങൾ ചെയ്യാവുന്നുള്ളത് നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാം, പ്രാർത്ഥിക്കാനുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളിൽ ഫോക്കസ് ചെയ്യുക. നിങ്ങളിൽ എപ്പോൾ ഫോക്കസ് ചെയ്യുന്നു, നിങ്ങളോട് എത്രത്തോളം നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളോട് ആത്മാർത്ഥത കാണിക്കുന്നു, അതിനനുസരിച്ച് നിങ്ങളിലേക്കും ആത്മാർത്ഥതയും സ്നേഹവും എല്ലാം വരുമെന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട്. അടുത്തൊരു കാര്യം നമുക്ക് ലഭിച്ചിരിക്കുന്നത് വിൽ പവർ ആണ്. അപ്പോ വീണ്ടും അത് തന്നെയാണ് പറയുന്നത്, നിങ്ങൾക്ക് ഈ വിൽ പവർ എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു ടൈമാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യങ്ങൾക്ക് നിങ്ങൾ എന്തിനാണോ നീതി വേണമെന്ന് ആഗ്രഹിച്ചത് അതിന് നീതി ലഭിക്കാൻ പോകുന്നു. എന്താണ് അൺക്ലിയർ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിരുന്നത് അതെല്ലാം ക്ലിയർ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നു. നിങ്ങളുടെ പേഴ്സൺ കൃത്യമായിട്ട് ഒരു കോണ്ടാക്റ്റുമായിട്ട് തന്നെയാണ് നിങ്ങളിലേക്ക് വരുന്നത്. അവർ കൃത്യമായിട്ട് ഒരു ക്ലാരിറ്റി തരും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ആ ക്ലാരിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണോ ഹൈഡായിട്ട് ഇരുന്ന കാര്യങ്ങൾ ആ കാര്യങ്ങളെല്ലാം വെളിച്ചത്തിലേക്ക് വരും. അതിന് ഒരു കൃത്യമായിട്ടുള്ള ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തരുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ അടുത്തൊരു കാര്യം നമുക്ക് ലഭിച്ചിരിക്കുന്നത് ലീഡർഷിപ്പ് ആണ്. അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ അത് ചാർജ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണ് അതിന് അപ്പൊ നിങ്ങളിലേക്ക് വരുന്ന കാര്യങ്ങൾ നിങ്ങൾ ചാർജ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്, നിങ്ങൾ അതിലേക്ക് ചാർജ്ഡ് ആവുക എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ് ഇന്ന് കിട്ടിയിട്ടുള്ളത്. നിങ്ങളിലേക്ക് കോണ്ടാക്ട് വരുന്നു, നിങ്ങൾ കാണാൻ കാത്തിരുന്ന വ്യക്തി നിങ്ങളിലേക്ക് വരുന്നു. നിങ്ങൾ ആരുടെയാണോ കോണ്ടാക്ട് ആഗ്രഹിച്ചത് ആ വ്യക്തി നിങ്ങളെ വിളിക്കുന്നു, മെസ്സേജ് ചെയ്യുന്നു, നിങ്ങൾക്ക് അവരെ കാണാൻ പറ്റുന്നു. നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ ഒരു ഫേസ്, വളരെ കമ്മിറ്റ്മെന്റ് ഉള്ള, വളരെ ഇമോഷണൽ കമ്മിറ്റ്മെന്റ് ഉള്ള ഒരു സ്റ്റേബിൾ ആണ്. അത് വെറുതെ ഒരു കുറച്ചു കാലത്തേക്കുള്ള ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള കമ്മിറ്റ്മെന്റ് ആണ്. അതിനു വേണ്ടിയിട്ടായിരുന്നു നിങ്ങൾ ഇത്രയും കാലം കാത്തിരുന്നതും നിങ്ങൾ ആഗ്രഹിച്ചതും പ്രയത്നിച്ചതെല്ലാം. അതെല്ലാം നിങ്ങളിലേക്ക് വളരെ ഹാപ്പി ആയിട്ട് ഉള്ള ഒരു സിറ്റുവേഷൻ, പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങളിലേക്ക് വരുന്നു. ഇനി നമുക്ക് കുറച്ച് ക്ലൂസ് നോക്കാം. നമുക്ക് കിട്ടിയിട്ടുള്ളത് തൃക്കേട്ട നാള്, അതുപോലെ തന്നെ മാർച്ച് മന്ത്, തിരുവാതിര നക്ഷത്രം, ലെറ്റർ ബി, നമ്പർ 22, ഓഗസ്റ്റ് മന്ത്, ഭരണി നക്ഷത്രം, നമ്പർ 21, ചതയം നക്ഷത്രം, ജൂൺ മന്ത്, നമ്പർ 12, അത്തം നക്ഷത്രം, നമ്പർ 9, നമ്പർ 16, നമ്പർ 15, ചിത്തിര നക്ഷത്രം, ഏപ്രിൽ മന്ത്, ലെറ്റർ ഇ, തൃശൂർ ഡിസ്ട്രിക്ട്, എറണാകുളം ഡിസ്ട്രിക്ട്, മലപ്പുറം ഡിസ്ട്രിക്ട്, ലെറ്റർ സെഡ്, ലെറ്റർ ഡബ്ല്യു, നമ്പർ 20, പൂരട്ടാതി നക്ഷത്രം. ഇത്രയാണ് ക്ലോസ് വന്നിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ കണക്റ്റഡ് ആവുന്നുണ്ട് എന്ന് നോക്കുക. അപ്പൊ ഇതിലെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാൻ നമുക്ക് അടുത്ത ഒരു റീഡിംഗിൽ. അതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക.